വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് എന്താണ് ഈ ഹസ്ബറ എന്ന് നോക്കാം. ഹീബ്രു ഭാഷയിൽ വിശദീകരണം എന്നാണ് അർത്ഥമെങ്കിലും പ്രായോഗികമായി ഇത് ഇസ്രായേലിന്റെ അധിനിവേശത്തെയും സൈനിക ക്രൂരതകളെയും വെള്ളപൂശാൻ നടത്തുന്ന ഒരു PR വർക്കാണ്. ഒക്ടോബർ 7-ന് ശേഷം ഗസയിൽ ഇസ്രായേൽ നടത്തുന്ന വംശഹത്യയ്ക്ക് ലോകമെമ്പാടുമുള്ള പിന്തുണ കൃത്രിമമായി നിർമ്മിച്ചെടുക്കാൻ ഈ ഡയറക്ടറേറ്റ് വലിയ തോതിൽ പണം ഒഴുക്കിയിരുന്നു. സിവിലിയന്മാരെ കൊന്നൊടുക്കുന്നത് ന്യായീകരിക്കാൻ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ഇൻഫ്ലുവൻസർമാരെ ഇവർ വിലക്കെടുക്കുകയായിരുന്നു. മിഡിൽ ഈസ്റ്റായി പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം ഇസ്രായേൽ സർക്കാരിന് വേണ്ടി പണിയെടുത്ത 100 കണക്കിന് ആക്ടിവിസ്റ്റുകൾക്ക് വാഗ്ദാനം ചെയ്ത പ്രതിഫലം ഇതുവരെ നൽകിയിട്ടില്ല. ഏകദേശം 100 മില്യൺ ഷെക്കൽ, അതായത് $27 മില്യൺ കുടിശ്ശിക. ഇവിടെയാണ് ഇസ്രായേലിന്റെ ഇരട്ടത്താപ്പ് പുറത്തുവരുന്നത്. ഗസ യുദ്ധം തുടങ്ങിയപ്പോൾ സ്വമേധയാ ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്നു എന്ന് അവകാശപ്പെട്ട് രംഗത്തെത്തിയ പലരും യഥാർത്ഥത്തിൽ പണം വാങ്ങി പോസ്റ്റുകൾ ഇടുന്നവരായിരുന്നു. വിദേശികളായ ഇൻഫ്ലുവൻസർമാരും ഇതിൽ ഉൾപ്പെടുന്നു. പണം ലഭിക്കാതെ വന്നതോടെ ഇസ്രായേലിന്റെ ഈ പ്രൊപ്പഗണ്ട മെഷീൻ എത്രത്തോളം താളം തെറ്റിയ നിലയിലാണെന്ന് പരാതിക്കാർ തന്നെ വെളിപ്പെടുത്തുന്നു. സ്വന്തം പോക്കറ്റിൽ നിന്ന് പണം ചെലവാക്കി ഇസ്രായേലിനായി നുണപ്രചാരണം നടത്തിയെന്നും ഇപ്പോൾ ഇസ്രായേൽ സർക്കാർ തങ്ങളെ വഞ്ചിച്ചെന്നുമാണ് ഇവരുടെ പരാതി. ഇസ്രായേലിന്റെ ക്രൂരതകളെ ന്യായീകരിച്ചതിന് തങ്ങൾക്ക് കിട്ടാനുള്ള പണം ലഭിക്കാനായി ഇവരിപ്പോൾ കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ്. ഈ നിയമ നടപടി ഇസ്രായേലിനെ സംബന്ധിച്ച് വലിയൊരു തിരിച്ചടി തന്നെയാണ്. ഒന്നാമതായി, ഇത്രയും കാലം ലോകം കണ്ട പല പ്രോ ഇസ്രായേൽ ക്യാമ്പയിനുകളും സ്വാഭാവികമായ ജനപിന്തുണയല്ല, മറിച്ച് കൃത്രിമമായി പണം നൽകി നിർമ്മിച്ചെടുത്തതാണെന്ന് ഇതോടെ ഔദ്യോഗികമായി സ്ഥിരീകരിക്കപ്പെട്ടു. രണ്ടാമതായി, യുദ്ധമുഖത്ത് മാത്രമല്ല ഭരണതലത്തിലും ഇസ്രായേൽ എത്രത്തോളം പരാജയമാണെന്ന് ഇത് കാണിക്കുന്നുണ്ട്.